നമസ്കാരം. ശ്രീകല ധനേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഒരിക്കൽ സിന്ധുദേശത്തിലെ രാജാവായ രഘുഗണൻ ജ്ഞാനോപദേശം നേടുവാനായി കപില ഭഗവാന്റെ ആശ്രമത്തെ ലക്ഷ്യമാക്കി പല്ലക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. വഴിക്ക് വെച്ച് ഒരു ചുമട്ടുകാരൻ്റെ ആവശ്യം നേരിട്ടു. അപ്പോൾ യധിഷ്ഠിര ഭരതനെ കണ്ടുമുട്ടി. നല്ല തടിയും ബലവുമുള്ളതിനാൽ ഭാരം ചുമക്കുവാൻ പറ്റിയവനാണെന്ന് കണ്ട് ഭടന്മാർ ബലാത്കാരമായി ഭരതനെ കൊണ്ട് പല്ലക്കെടുപ്പിച്ചു. ആ മഹാത്മാവ് ഒരു വിരോധവും ഭാവിക്കാതെ ചുമന്നുകൊണ്ട് നടന്നു. ജഡഭരതൻ നടക്കുമ്പോൾ ചെറുജീവികളെ ചവിട്ടാതിരിക്കാൻ ശ്രദ്ധിച്ച് നടക്കുകയായിരുന്നു. അതുകൊണ്ട് പല്ലക്ക് ഒന്ന് കുലുങ്ങി. അപ്പോൾ രാജാവ് കോപിച്ച് ജഡഭരതനെ ശകാരിച്ചു. അപ്പോൾ ജഡഭരതൻ വളരെ ശാന്തമായി രാജാവിനെ മഹത്തായ ആത്മജ്ഞാനം ഉപദേശിച്ചു. അവൻ പറഞ്ഞു, രാജാവേ, നിങ്ങൾ പറഞ്ഞത് ശരീരത്തെക്കുറിച്ചാണ്, ആത്മാവിനെക്കുറിച്ചല്ല. ഞാൻ ക്ഷീണിച്ചിട്ടില്ല, ഞാൻ പല്ലക്ക് ചുമന്നിട്ടുമില്ല, ഞാൻ നടക്കുകയും ചെയ്തിട്ടില്ല. ഇവയെല്ലാം ശരീരമാണ് ചെയ്യുന്നത്, ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. അവൻ പിന്നെ പറഞ്ഞു, നിങ്ങൾ രാജാവാണ്, ഞാൻ ദാസനാണ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആത്മാവിന് രാജാവുമില്ല, ദാസനുമില്ല. എല്ലാ ജീവികളിലും ഒരേ ആത്മാവാണ് ഉള്ളത്. അവൻ ലോക ജീവിതത്തെക്കുറിച്ച് വലിയ ഉപദേശം പറഞ്ഞു. മനുഷ്യൻ ഞാൻ എൻ്റെ എന്ന മായയിൽപ്പെട്ട് ഭാര്യ, മകൻ, സമ്പത്ത്, രാജ്യം എന്നിവയ്ക്കായി ജീവിക്കുന്നു. പക്ഷേ ഇതെല്ലാം നശിക്കുന്നതാണ്. ആത്മജ്ഞാനം മാത്രമാണ് മനുഷ്യനെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കേട്ട രാജാവ് പല്ലക്കിൽ നിന്നിറങ്ങി ജഡഭരതൻ്റെ കാലിൽ വീണ് ക്ഷമ ചോദിച്ചു. അവനെ ഗുരുവായി സ്വീകരിച്ചു. ഈ കഥയുടെ ഉപദേശം, ശരീരമല്ല നമ്മൾ, ആത്മാവാണ് നമ്മൾ. അഹങ്കാരം വിട്ടാൽ മാത്രമേ ജ്ഞാനം വരൂ. സത്സംഗവും ഭഗവത് ഭക്തിയും മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. ഈ കഥ ഭാഗവതം 5-ാം സ്കന്ധത്തിൽ വരുന്ന മഹത്തായ ഒരു ഉപദേശമാണ്. രാജാവായ രഘുഗണന് പോലും ഗുരുവായത് ജഡഭരതനായിരുന്നു. അഹങ്കാരമുള്ളവന് ജ്ഞാനം വരില്ല, വിനയമുള്ളവന് ജ്ഞാനം സ്വയം വരും. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.